ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടികയ്ക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഇതുവരെയും തിരിച്ചറിയാത്ത 32 പേരുടെ പട്ടികയാണ് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. അനുമോദ് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അനുമോദ്, കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇവർക്ക് ഈ പട്ടികയിലുള്ളവരെ മരിച്ചവരായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന്. ഇപ്പോൾ ഈ 32 പേരുടെ പട്ടികയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ തവണ റവന്യൂ മന്ത്രി വയനാട് നടത്തിയ അവലോകന യോഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് കാണാതായ ആളുകളെ മരിച്ചവരായി കണക്കാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കുന്നു. കാരണം ഈ ഒരു ദുരന്തത്തിൻ്റെ ഇരകളായവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇവരെക്കുറിച്ച് ഈ DNA പരിശോധനകളിൽ ഫലം ലഭിക്കാത്ത സാഹചര്യം, അവരെക്കുറിച്ചുള്ള തെരച്ചിൽ എവിടെ നടക്കാത്ത സാഹചര്യം, അത്തരത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോൾ കാണാതായവരെ ഇത്രയും കാലയളവിലെ തെരച്ചിലിന് ശേഷം അവരെ മരിച്ചതായി കണക്കാക്കുമെന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ബന്ധുക്കൾക്ക് നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർത്തീകരിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം 298 പേരാണ് ഇതുവരെയും മരിച്ചതായിട്ട് സർക്കാരിൻ്റെ കണക്കിൽ ഉള്ളത്. അതിൽ 167 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. 99 പേരെ നേരത്തെ DNA പരിശോധനയിലാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ വന്ന 32 പേരുടെ കൂടി മരണം. അത് അവരെ കാണാതായവരുടെ പട്ടികയിലുണ്ടായിരുന്നവരും അവരെ മരിച്ചവരുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ മരിച്ചവരായി കണക്കാക്കാനുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളരിമല വില്ലേജ് ഓഫീസർ, മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി, മേപ്പാടി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റാണ് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ളത്. ഇനി ഇവരെ മരിച്ചവരായി കണക്കാക്കിയിട്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും മറ്റും ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മരണ സർട്ടിഫിക്കറ്റും ഏറെ വൈകാതെ ഈ കുടുംബങ്ങൾക്ക് ലഭിക്കും. ഈ ദുരന്തത്തിൻ്റെ ഇരകളായവരുടെ കുടുംബങ്ങളുടെ ദീർഘകാലത്തെ മാസങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രായോഗിക വിവരങ്ങൾ നൽകിയത്. ഈ ദുരന്തം നടന്ന് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. കാണാതായവരെ പട്ടിക ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇവർക്കിനി ഇവരെ മരിച്ചവരായി കണക്കാക്കിക്കൊണ്ട് കുടുംബത്തിനുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉടൻ തന്നെ സർക്കാർ ലഭ്യമാക്കും.